ഞാനെന്നുള്ളത് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലാണ്. ഇവിടെ രാവിലെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയും സങ്കടം ഉണ്ടാക്കുന്ന ചില കാഴ്ചകളാണ് കണ്ടത്. ഇവിടെ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് ചപ്പ് ചവറുകൾ നിറഞ്ഞ ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള തലസ്ഥാനത്തെ ഒരു ബീച്ചായിട്ട് ശംഖുമുഖം മാറി എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെയൊക്കെ തെരുവുനായയുടെ ശല്യം നിരന്തരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും ഇവിടെ വന്നവരൊക്കെയും പലപ്പോഴായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഇതുവരെയും ഒരു പരിഹാരം കാണാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. എനിക്ക് തൊട്ട് പിന്നിൽ ഇവിടെ കാണുന്നതൊക്കെയും തെരുവുനായകളാണ്. ഒന്നോ രണ്ടോ അല്ല, ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളെയും സംബന്ധിച്ച് ഏറെ ഭീതി ജനിപ്പിക്കുന്ന തരത്തിലേക്ക് തെരുവുനായ ശല്യം അനുദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മറുഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരം കൊണ്ട് ഇപ്പോൾ ഈ ബീച്ച് മാലിന്യപ്പെടുന്ന കാഴ്ച ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ധാരാളം സഞ്ചാരികൾ ദിനംപ്രതി വന്നു പോകുന്ന ഒരിടമായി ശംഖുമുഖം ബീച്ച് മാറുമ്പോഴും ഇതിനൊന്നും തന്നെ പരിഹാരം കാണാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ. കാരണം വൈകുന്നേരങ്ങളിലായാൽ രാത്രി വരെ ധാരാളം ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ഭാഗത്ത് ഈ ബീച്ചിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബീച്ചുകളിലൊന്നാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തീരശോഷണം കൊണ്ട് തന്നെ ശംഖുമുഖം ബീച്ച് തീരം നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ നാവിക ദിനത്തോടനുബന്ധിച്ചാണ് രാഷ്ട്രപതി വരുന്നത് കണക്കിലെടുത്ത് തീരം നവീകരിക്കുന്നുണ്ടായിരുന്നു. 14 കോടി രൂപ മുടക്കിയാണ് ഈ തീരം നവീകരിച്ചതും. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചായാലും ഇവിടുത്തെ സഞ്ചാരികളെ സംബന്ധിച്ചായാലും ഇപ്പോൾ ബീച്ച് ഏറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ മാലിന്യ പ്രശ്നത്തിന് ഇതുവരെയും അറുതി വന്നിട്ടില്ല. ഇവിടെ വരുന്ന സഞ്ചാരികൾ തന്നെ വാങ്ങി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ മാലിന്യമാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളിലൊക്കെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ തെരുവുനായ ശല്യം ഒരു ഭാഗത്ത് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അതിനും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ പുലർച്ചെ വരുമ്പോൾ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ നടക്കാനും പ്രഭാത സവാരിക്കായിട്ട് ഇറങ്ങുന്നവരുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രതിസന്ധി അനുഭവിക്കുന്നത് തെരുവുനായയുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണല്ലേ? അതെ, രാവിലെ നടക്കാൻ ഇറങ്ങി. നമ്മൾ സ്ഥിരം വരുന്നതാണ് ഇവിടെ. മാത്രം രാവിലെ സാധാരണ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഇവിടെ ഇഷ്ടമുള്ള സാധാരണ ഒരു 7-8 ഹരിതകർമ്മസേനയുടെ വനിതകൾ വന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി, മാസങ്ങളായി ഇവിടെ വരുന്നില്ല. മാത്രമല്ല, വരാത്ത സമയബന്ധിതമായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കിടന്ന് ഈ നായ്ക്കളും പക്ഷികളും കൊത്തി വലിച്ച് അങ്ങോട്ട് പല ഭാഗത്തായിട്ട് ഇടുമ്പോൾ മറ്റുള്ളവർക്ക്, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് നടക്കാൻ വരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. മാലിന്യ പ്രശ്നമുണ്ട്, തെരുവുനായയുടെ ശല്യമുണ്ട്. തെരുവുനായ ശല്യമാണ് ഭയങ്കരമായിട്ടുള്ളത്. ശരിക്കും തെരുവുനായ ശല്യം ഇവിടെ കൂടാൻ കാരണം ഇത് തന്നെയാണ് പ്രധാന ഒരു കാരണം. വേസ്റ്റ് ഇവിടെ അടിഞ്ഞു കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും ആ അടിഞ്ഞു കൂടുന്നത് സമയബന്ധിതമായിട്ട് എടുത്ത് മാറ്റാത്തത് കൊണ്ടുമാണ് ശരിക്കും തെരുവ് നായ്ക്കളും പക്ഷികളും വന്നിവിടെ ഞങ്ങളെപ്പോലുള്ളവർക്ക് രാവിലെ ഇത്തിരി പ്രഭാത സവാരിക്ക് വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. രാവിലെ വരുമ്പോൾ ഈ തെരുവുവിളക്കുകളും കത്തുന്നില്ല. തെരുവിളക്ക് വളരെ കുറവാണ്. ഇല്ല. നഗരസഭയുടെ ഒരു അടിയന്തര ഇടപെടൽ വേണമല്ലേ? വേണം, അത്യാവശ്യമായിട്ടും വേണം. ഞങ്ങളിപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. എന്നാലിപ്പോൾ ഇവിടെ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയൊരു കൗൺസിലർ ഇവിടെ വന്നതേ ഉള്ളൂ. എന്നാൽ ആ കൗൺസിലർ ഞാൻ 2 ദിവസം മുമ്പ് ബന്ധപ്പെട്ട് പറഞ്ഞു, ഇവിടെ സാധാരണ ഇവിടെ ഹെൽത്തിൻ്റെ ഒക്കെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തണം. മീറ്റിംഗ് നടത്തി ഇവിടെ വേണ്ട ഒരുപാട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ 2 ദിവസം മുൻപ് ഇവിടെ സ്ഥലം കൗൺസിലർ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഈ പരസ്യമായിട്ട് തന്നെ ഈ മാലിന്യ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊരു പരിഹാരം കാണാനായിട്ട് സാധിച്ചാൽ മാത്രമേ മറുഭാഗത്തുള്ള തെരുവുനായ ശല്യത്തിനും പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. പുതുതായിട്ട് നഗരസഭയിൽ ഇപ്പോൾ അധികാരമേറ്റ NDA സർക്കാരൊക്കെ പറഞ്ഞത് 45 ദിവസം കൊണ്ടും അടുത്ത് വരുന്ന ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ തെരുവുനായ ശല്യം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ മാലിന്യ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും ക്രമാതീതമായിട്ട് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൻ്റെ പ്രൗഢി എന്തായാലും നിലനിർത്തണമെങ്കിൽ ഈ മാലിന്യ പ്രശ്നത്തിന് അറുതി വന്നേ മതിയാകൂ. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.